തിരച്ചിൽ അവസാന ഘട്ടത്തിലോ എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ തിരച്ചിൽ കണ്ടതാണ്. ഇന്ന് വൈകിട്ട് 5 മണി വരെയാണ് തിരച്ചിൽ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ 2:30 ആയപ്പോൾ നിർത്തേണ്ടി വന്നു. മഴ പെയ്തതോടുകൂടി ചൂരൽമലയിലും മുണ്ടക്കയിലും ആ ഭാഗങ്ങളിലെല്ലാം കനത്ത മഴയായിരുന്നു. അതൊരു 5-5:30 വരെ അതേ രീതിയിൽ തന്നെ നിന്ന് പെയ്യുകയായിരുന്നു. തിരച്ചിൽ അതിനിടയിലും തുടർന്ന വോളണ്ടിയർമാർ, പ്രത്യേകിച്ചും പരപ്പൻപാറ ഭാഗത്തേക്ക് പോയവർക്കാണ് മൃതദേഹാവശിഷ്ടങ്ങൾ, 2 കാലുകളുടെ അവശിഷ്ടങ്ങളാണ് കിട്ടിയത്. അവർക്ക് അത് എയർലിഫ്റ്റിങ്ങിനുള്ള സൗകര്യം ഒരുങ്ങിയില്ല. അവർക്കത് ചുമന്ന് കൊണ്ടുവരേണ്ടി വന്നു. കാൽനടയായി അവരത് 5:30 മുകളിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതാണ് ഇന്നത്തെ തിരച്ചിലിൽ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ ഈ തിരച്ചിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ കാണാതായ 330 പേരെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തിരിച്ചറിയാതെ സംസ്കരിച്ച മൃതദേഹങ്ങളുണ്ട്. അതെല്ലാം പുത്തുമലയിൽ സംസ്കാരം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അവയുടെ ഐഡന്റിറ്റി അതുകൂടി പുറത്തു വരുമ്പോഴായിരിക്കും കൃത്യമായ ഒരു പിക്ചർ നമുക്ക് കിട്ടുക. ഇപ്പോൾ കാണാതായവരുടെ പട്ടിക അവശേഷിക്കുന്ന മനുഷ്യരിൽ നിന്ന് ശേഖരിച്ച് അവസാനമായി ഉണ്ടാക്കിയിരിക്കുന്ന പട്ടികയാണ് 130 പേരുടേത്. അതിൽ ഈ DNA പരിശോധനാ ഫലം ഇപ്പോൾ അവൈലബിൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. നാളെ മുതൽ ആ DNA പരിശോധനാ ഫലം പുറത്തുവിടും. അപ്പോൾ നാളെ മുതൽ ഈ കാണാതായവരുടെ പട്ടിക ചുരുങ്ങി തുടങ്ങും. കാരണം ഈ സംസ്കരിച്ച ആളുകളുടെ ദേഹഭാഗങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ഈ കാണാതായവരുടെ പട്ടികയുമായി മാച്ച് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനെ കുറിച്ചുള്ളതാണ് ഈ കാണാതായവരുടെ പട്ടിക. മറ്റ് സുഹൃത്തുക്കളുടേതും അങ്ങനെയൊക്കെ ഇനി ഒരുപക്ഷെ കൂടുതലായി ആഡ് ചെയ്യപ്പെട്ടേക്കാം. ഇനി ഈ ജനകീയ തിരച്ചിൽ നമ്മൾ ഇന്ന് നടത്തിയതുപോലെ കുറേ ദിവസം ഇങ്ങനെ നടത്തിയിട്ട് കാര്യമുണ്ടോ എന്നതാണ് ചോദ്യം. ഇന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതല്ലേ, എല്ലായിടത്തും ഒന്നും തിരയാനൊന്നുമില്ല. കുറേ ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. 2000-ഓളം പേരാണ് ഇന്ന് തിരച്ചിലിനായി വന്നത്. ആദ്യ ദിവസങ്ങളിൽ അത്രയും പേരുടെ ആവശ്യം നമുക്കുണ്ടായിരുന്നു. 2000-ഓളം പേർ നിശ്ചയമായും ഈ 6 സോണുകളിൽ ആയി തിരയേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം സേനാംഗങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ആ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇനിയും രക്ഷയെത്തേണ്ട ആളുകളുടെ എണ്ണം പരിമിതമാണ്. നമുക്കറിയാം, ദേഹഭാഗങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതും ചിലയിടങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ നടക്കുന്ന തെരച്ചിലിൽ ഇത്രയും 2000 പേരെ വിന്യസിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. ചാലിയാറിലാണ് ഇനിയിപ്പോൾ തിരയേണ്ടത്. കാരണം മുകളിൽ നിന്ന് ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ ഈ വെള്ളച്ചാട്ടങ്ങളിൽ തട്ടി തെറിച്ച് ദേഹഭാഗങ്ങളായി വിഘടിച്ച് പുഴയിലൂടെ ഒഴുകിപ്പോയത് അല്ലെങ്കിൽ കരയിലേക്ക് ചെന്ന് പറ്റിയിട്ടുള്ളത്, അതൊക്കെയാണ് ഇനി കണ്ടെത്താനായുള്ളത്. അതിനായുള്ള തെരച്ചിൽ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ആ ഒരു ഭാഗം എടുത്തുകൊണ്ടാണ്. അവിടെ ഒരു 60 സംഘത്തെയാണ് വിന്യസിക്കാൻ പോകുന്നത്. നാളെയും മറ്റന്നാളും അവരവിടെ തിരയും. അതിനുള്ളിൽ തന്നെ കൃത്യമായി ആ മേഖലയിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, കാരണം ദേഹഭാഗങ്ങളൊക്കെ ജീർണിച്ച് തുടങ്ങുന്ന ഒരു ഡീക്കേയിങ് പ്രോസസ്സിലൂടെ അത് കടന്നു പോകുന്ന ഒരു സമയമാണ്. ഇത്രയും ദിവസമാകുമ്പോൾ സ്വാഭാവികമായും അത് സംഭവിക്കും. ഒപ്പം തന്നെ പാണങ്കായം വനമേഖലയുണ്ട്. അവിടേക്കും 50 പേരുടെ ഒരു ടീമിനെയാണ് ഇനി വിടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പൂക്കോട്ടുമല, ഇരുട്ടുകുത്തി, കുമ്പളപ്പാറ ഈ ഏരിയയൊക്കെയാണ് ഇനിയിപ്പോൾ സെർച്ച് ചെയ്യാനുള്ളത്. അതായത് ദൗത്യസംഘമോ അല്ലെങ്കിൽ സേനയോ എത്തിയതിനും അപ്പുറത്തേക്ക് കടന്ന് തിരയാനായിട്ടുള്ള ഒരു സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇത് 3 അപ്പോൾ അവിടെയൊക്കെ മാത്രമായി ഈ തെരച്ചിൽ പരിമിതപ്പെടുത്തുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ മനുഷ്യ വിഭവശേഷി എന്തിനും സന്നദ്ധരായി വരുന്ന മനുഷ്യരുണ്ട്, വിവിധ സംഘടനകളിൽപ്പെട്ട ആളുകളുണ്ട്, ആദ്യ ദിവസം മുതൽ തന്നെ തുടരുന്നവരാണ്. ഇനിയിപ്പോൾ അവരൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്കാണ്. ഈ വാടക വീടുകൾ കണ്ടെത്തുന്നതിന് പശ്ചാത്തല സൗകര്യമൊരുക്കാൻ. നത്തംകുനിയിൽ ഇപ്പോൾ വീടുകൾ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ കണ്ടു. ആ വീടുകൾക്ക് ചുറ്റും കാടാണ്. അതുപോലെ വാടക വീടുകൾ നൽകാമെന്ന് പറഞ്ഞാൽ അതിന് തയ്യാറായ ആളുകളുടെ ലിസ്റ്റ് ഇപ്പോൾ നമ്മൾ കൊടുത്ത 42 പേരുടെ ലിസ്റ്റ് അടക്കം അതെല്ലാം വയനാട് ആ പ്രദേശത്ത് ചേർന്നുകൊണ്ടേ ഉള്ളതാണ്. ആ വീടുകളൊക്കെ ഇപ്പോഴും വാസയോഗ്യമാണോ? അവിടെ ഇവർക്ക് താമസം ഒരുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ 2000 പേർ സന്നദ്ധരായി നിൽക്കുന്നു. 18,000 പേരാണ് വോളണ്ടിയേഴ്സായി ആകെ ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. അതിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും വിളിക്കാമെന്നുള്ള രീതിയിലാണ് രജിസ്ട്രേഷൻ. അങ്ങനെയുള്ള ആളുകളെ ഇനിയിപ്പോൾ പുനർവിന്യസിക്കേണ്ടത് ഈ വീടുകളൊക്കെ വൃത്തിയാക്കട്ടെ. ഈ വീടുകളൊക്കെ വൃത്തിയാക്കി ഇവർക്ക് ക്യാമ്പുകളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് താമസിക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ ആ വീടൊരുക്കട്ടെ. നമ്മളിപ്പോൾ വീട് കണ്ടെത്തി ആ വീടിനെ ഒരു കൂടാക്കി മാറ്റണം. ഈ മനുഷ്യർക്ക് അവിടുത്തെ മേപ്പാടിയിലെ അല്ലെങ്കിൽ മറ്റിടങ്ങളിലെ ക്യാമ്പുകളിൽ നിന്ന് വന്ന് താമസിക്കുമ്പോഴേക്കും ആ വീടുകൾ തയ്യാറായി നിൽക്കണം. അതായത് കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവിടെ പൂക്കളും അങ്ങനെയൊക്കെയുള്ള ആ രീതിയിൽ ആ വീടിൻ്റെ, അതായത് താൽക്കാലികമായിട്ടുള്ളൊരു വാസസ്ഥലമാണെങ്കിലും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും ആ വീടുകളിൽ ഇവർ താമസിക്കേണ്ടി വരും. ആ രീതിയിൽ അതിൻ്റെ പശ്ചാത്തലം ഒരുക്കുന്നതിനായി ഈ സന്നദ്ധ സേവനത്തിന് തയ്യാറായി വന്നിരിക്കുന്ന ചെറുപ്പക്കാരെ നമുക്ക് നിയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ DYFയുടേതായാലും യൂത്ത് കോൺഗ്രസിൻ്റേതായാലും വൈറ്റ് ഗാർഡിൻ്റേതായാലും സേവാഭാരതിയുടേതായാലും SDPയുടേതായാലും PDPയുടേതായാലും SYSൻ്റെ ആയാലും എല്ലാവരും അവിടെ ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ്. നല്ല ചെറുപ്പക്കാരാണ്. അവരെയൊക്കെ നമുക്ക് ഇതിനായി നിയോഗിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റിലേക്ക് കടക്കുന്നത് നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയിപ്പോൾ ഒരു 100-150 പേരുടെ ആവശ്യമേ ഈ തെരച്ചിലിനായി വേണ്ടി വരികയുള്ളൂ. ബാക്കിയുള്ളവർ സന്നദ്ധരായി നിൽക്കുകയാണ്. അവരെ നമുക്കിതിനായി വിനിയോഗിക്കാവുന്നതാണ്. 253 വാടക വീടുകൾ ആകെ കണ്ടെത്തി എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. അതിൽ എങ്ങനെയാണ് താമസം ഇവർ ക്രമീകരിക്കാൻ പോകുന്നത്? ഒറ്റയ്ക്കായി പോയ ആളുകളുണ്ട്. അവർക്കൊപ്പം ഒരു സർക്കാർ ജീവനക്കാരനെ വിട്ടുകൊണ്ട് ആ രീതിയിലാണ് പുനരധിവാസം എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഈ ദുരന്ത
ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവർ ഈ ക്യാമ്പിൽ നിന്ന് ഒരു വാടക വീട്ടിലേക്ക് പോകുമ്പോൾ ആ വാടക വീട് ഒരുങ്ങിയിരിക്കണം. ആ വാടക വീട്ടിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഒരു ദുരന്തത്തിൻ്റെ ശേഷിപ്പായി ഇവരവിടെ ചെന്ന് വൃത്തിയാക്കി അതിൽ താമസിക്കുന്ന സംവിധാനമല്ല ഉണ്ടാകേണ്ടത്. പകരം ആ വീട് ഒരുങ്ങണം, ഇവരെ വരവേൽക്കുന്നതിനായി ഒരുങ്ങണം. ആ രീതിയിൽ ഇവരുടെ സ്ഥിരം പുനരധിവാസം എന്ന് പറയുന്നത് ഒരു വീട് നിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി അതിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയാണെങ്കിൽ, മറിച്ച് ഇവരുടെ ആദ്യത്തെ പ്രാഥമികമായി നമ്മൾ ചെയ്യാൻ പോകുന്ന താൽക്കാലിക പുനരധിവാസം, അതിനുവേണ്ടിയുള്ള വീടൊരുക്കം, അതിലേക്കാണ് ഇനി നമ്മൾ നാളെ മുതൽ കടക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഈ സംസ്ഥാനം നൽകുന്ന വിവരങ്ങൾ, അതായത് മെമ്മോറാണ്ടം നൽകണമെന്ന് പറഞ്ഞല്ലോ, അത് തയ്യാറായോ? എത്രയും പെട്ടെന്ന് നൽകുക, എത്രയും പെട്ടെന്ന് കേന്ദ്രത്തിൽ നിന്ന് സഹായം വാങ്ങിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അതിനാവശ്യമായ വിവരങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശേഖരിക്കണം. ശേഖരിച്ച് കൃത്യമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, അതായത് പരമാവധി എന്താണ് ഉണ്ടായ നഷ്ടമെന്നുള്ളത് ക്രോഡീകരിച്ചുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നൽകാനുള്ള നീക്കമാണ് ഉണ്ടാകേണ്ടത്. ഇന്നത്തെ ഒരു ദിവസം പിന്നിട്ടു, ഇതുവരെ അതിനുള്ള നീക്കങ്ങൾ എവിടെ വരെ എത്തിയെന്നുള്ളത് നമ്മൾ കേൾക്കുന്നില്ല. അവലോകന യോഗങ്ങളൊക്കെ ചേരുന്നുണ്ട്, പക്ഷേ കണക്കെടുപ്പിനായി എന്താണ് സ്വീകരിച്ചിരിക്കുന്ന സംവിധാനം എന്നുള്ളതാണ്. പിന്നെ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. അതനുസരിച്ചുകൊണ്ട് ഈ ഉരുൾപൊട്ടലിൻ്റെ ട്രിഗറിംഗ് ഫാക്ടർ മഴയാണ് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞു. അതായത് കനത്ത മഴ നിന്നു പെയ്തു, ആ മഴനിഴൽ കാടുകളുള്ള പ്രദേശങ്ങളിൽ നിന്നു പെയ്തു, അങ്ങനെ ഉരുൾപൊട്ടി. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ചെരുവ്, മണ്ണിൻ്റെ ഘടന, അതെല്ലാം ഈ കനത്ത മഴയ്ക്കൊപ്പം ആഘാതത്തിൻ്റെ ഒരു വ്യാപ്തി കൂട്ടി. അതാണ് സംഭവിച്ചത്. സമാനമായ ദുരന്തം സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലകൾ തൊട്ട് കിടക്കുകയാണ്. അവിടെയൊക്കെ ഈ ട്രിഗറിംഗ് ഫാക്ടറായ മഴ ഇനിയും പെയ്യാം. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മഴ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. അവിടെ മാത്രമല്ല മറ്റിടങ്ങളിലും. അവിടെയൊക്കെ ഒരു മുന്നൊരുക്കത്തിലേക്ക് നീങ്ങണം. നമ്മൾ ഈ ഒരു ദുരന്തത്തിൽ പകച്ചു നിന്ന് അവിടുത്തെ സെൻറ്റിമെൻറ്റ്സ്, അവിടെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ ഉള്ള വിഷമം, അതെല്ലാം നമ്മുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകണം, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം. നമ്മൾ അവരോടത് കാണിക്കണം. ആ എമ്പതി നമുക്ക് വേണം. എന്നാൽ അതൊരു സിമ്പതിയായി മാറരുത്. നമുക്കിനി അവർക്ക് സിമ്പതി അല്ല വേണ്ടത്. ഇനി അവർക്ക് അതിജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കൃത്യമായ സഹായം, കൃത്യമായ സംവിധാനം അത് ഒരുക്കി കൊടുക്കുകയാണ്. അല്ലാതെ നമ്മളിങ്ങനെ സിമ്പതറ്റിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഷോദം എമ്പതി കാണിക്കുക, അവരോട് അനുതാപം കാണിക്കുക. അതേസമയം തന്നെ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക. ക്യാമ്പിലുള്ള ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് എങ്ങനെ പുനരധിവാസം വേണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്കൊപ്പം ഇരിക്കണമെന്നല്ല അവർ പറയുന്നത്. ഞങ്ങൾക്കൊരു വീട്ടിലേക്ക് പോകണം, ഈ ക്യാമ്പിൽ മടുത്തു. എത്ര ദിവസമായി? 12 ദിവസമായി. ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും, രണ്ടാമത്തെ ദിവസമെങ്കിലും ക്യാമ്പിൽ വന്ന ആളുകളായിരിക്കുമല്ലോ. 10 ദിവസമൊക്കെ നമ്മുടേതല്ലാത്തൊരു വാസസ്ഥലത്ത് നമുക്ക് കഴിയുമോ? അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാമല്ലോ. ഇതുപോലെ ഒരു സ്ഥലത്ത്, ഒരു സ്കൂളിലെ മുറിയിൽ അല്ലെങ്കിൽ മറ്റൊരിടത്തെ മുറിയിൽ നമുക്ക് പരിചയമുള്ളവരായിരിക്കാം, പരിചയമില്ലാത്തതായിരിക്കും. മറ്റൊരു കുടുംബത്തിനൊപ്പം നമ്മളിങ്ങനെ പോയി ചട്ടിയും കലവും എല്ലാം അവിടെ കൊണ്ടുവരുന്ന ഭക്ഷണവും അങ്ങനെ എല്ലാമായി നമ്മൾ കഴിയുന്നു. നമ്മൾ വരുമ്പോൾ നമുക്ക് ഇടാനുള്ള വസ്ത്രം പോലുമില്ല. ആരെങ്കിലും തരുന്ന വസ്ത്രം ചിലത് പാകമാകാത്തതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ മനസ്സിൽ തന്നെ ചില വിഷമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ആ ക്യാമ്പിൽ തുടരുമ്പോൾ നമുക്കുണ്ടാകും. ഇതേ വസ്ത്രങ്ങളും ഇതേ സാധനങ്ങളും ഇതേ ഭക്ഷണവുമാണ് നമ്മുടെ കുടുംബം മാത്രം താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് കൊണ്ട് തരുന്നതെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഈ എല്ലാവർക്കും ഇടയിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു മാനസിക നില നമ്മൾ പരിഗണിക്കണം. ഇവിടെ ഈ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. റഫായുള്ള ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് 1721 വീടുകളിലായി 4833 പേരെ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. ഫൈനലായിട്ടില്ല. ഏതാണ്ട് കണക്കിതാണ്. അതായത് മേപ്പാടി പഞ്ചായത്തിലെ 10-11 വാർഡുകളിലായി 1721 വീടുകൾ അഫക്റ്റഡ് ആണ്. ചില വീടുകൾ പൂർണ്ണമായും തകർന്നു. അങ്ങനെ ആ വീടുകളിലെല്ലാമായി താമസിച്ചിരുന്നത് 4833 പേരാണ്. അതിൽ അൺഅഫക്റ്റഡായ ഒരാൾ പോലും ഉണ്ടാകില്ല. കാരണം ഒരു എൻറ്റയർ റീജിയണിനെയാണ് ഈ ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ചിരിക്കുന്നത്. ഈ ദുരന്ത മേഖല, ഈ 10-11 വാർഡ്, ആ വാർഡുകളിൽ താമസിച്ചിരുന്നതിൽ ഏറിയ പങ്കും ഈ തോട്ടം തൊഴിലാളികളാണ്. നല്ല ഒരു ശതമാനം തോട്ടം തൊഴിലാളികളാണ്. അതിലൊരു സംശയവുമില്ല. അതിൽ സാധാരണക്കാരായ ഈ മനുഷ്യർ വീടുണ്ടാക്കുന്നതിന്, മക്കളുടെ വിദ്യാഭ്യാസത്തിന്, മറ്റാവശ്യങ്ങൾക്ക് അതിനൊക്കെ ലക്ഷങ്ങൾ വായ്പ എടുത്തിട്ടുണ്ട്. ആ വായ്പ എടുത്ത മനുഷ്യർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോകുന്നത്? അതേക്കുറിച്ച് കൃത്യമായ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു മറുപടി കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിലിപ്പോൾ ദുരന്ത നിവാരണം അനുസരിച്ചാണല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ പുത്തുമലയിൽ സംസ്കാരത്തിനായി സ്ഥലം ഏറ്റെടുത്തത് ജില്ലാ കളക്ടർ ഏറ്റെടുത്തത് ദുരന്ത നിവാരണ നിയമം അനുസരിച്ചുകൊണ്ടാണ്. ആ സ്ഥലം ഏറ്റെടുക്കുന്നതും സംസ്കാരത്തിന് വഴിയൊരുക്കുന്നതും. അതേ ദുരന്ത നിവാരണ നിയമത്തിൽ 13ാമത്തെ വകുപ്പിൽ പറയുന്നുണ്ട് ഈ വായ്പകൾ എഴുതിത്തള്ളാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ വായ്പകൾ എഴുതിത്തള്ളുമോ? എങ്ങനെയാണ്? അതായത് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ്. അവരിനി ഒന്നേന്ന് പണിയെടുത്ത് ഇതെല്ലാം അടച്ചു തീർക്കണമെന്നാണോ? അതോ ഇത് എഴുതിത്തള്ളുമോ? മൊറട്ടോറിയം പ്രഖ്യാപിക്കുമോ? എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതൊക്കെയാണ് അവരോട് പോയി പറയേണ്ടത്. അല്ലാതെ സാരമില്ല എന്ന് പറയാനല്ല മന്ത്രിമാർ അവരുടെ അടുത്തേക്ക് ഇനി പോകേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ സ്ട്രോങ് ടേക്ക്. ഇനി ഉരുൾപൊട്ടൽ മേഖലയിൽ ഉണ്ടായിരുന്ന കൃഷിയെക്കുറിച്ച്. ഉരുൾപൊട്ടൽ മേഖലയിൽ കൃഷി ചെയ്തിരുന്നതാണ്. മിക്കവാറും വീടുകൾ, അരയേക്കറെങ്കിലും സ്ഥലമുള്ള ആളുകൾ കുറേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് മുകളിൽ സ്ഥലമുള്ള ആളുകൾ കുറേ ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ കൃഷി ചെയ്തിരുന്നത് ഏലവും കാപ്പിയും കുരുമുളകും, പിന്നെ തേയിലാത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നവരുണ്ട്, തെങ്ങുണ്ട്, വാഴയുണ്ട്, കമുകുണ്ട്, പിന്നെ ചെറിയ ചെറിയ ഇടവിളകളുണ്ട്. ഇതെല്ലാമായി കൃഷി ചെയ്തിരുന്ന ആളുകളാണ് അവിടെയുള്ളത്. അവിടെ ആകെ 310 ഹെക്ടറിൽ കൃഷി നശിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ സർക്കാർ സംവിധാനമല്ലേ പുറത്തുവിടേണ്ടത്? 310 ഹെക്ടറിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. 3 വാർഡുകളിലായിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞത് 1721 വീടുകളാണ്. അതിൽ ഏകദേശം 750 വീട്ടുകളിലുമുള്ള ആളുകൾ കൃഷി ചെയ്തിരുന്നവരാണ്. അത്രയും ആളുകൾ കൃഷി ചെയ്തിരുന്നവരാണ്. അവർക്ക് ആ കൃഷിനാശം, ഒപ്പം തന്നെ കാർഷിക ഉപകരണങ്ങളൊക്കെ, ഇവരുടെ വീടുകളിൽ തന്നെയാണ് ഈ കാർഷിക ഉപകരണങ്ങൾ ഇപ്പോൾ ചെറിയ
ഉപകരണങ്ങളൊക്കെ ഇവർ തന്നെ വാങ്ങിച്ച് ലോണിട്ടൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. അതൊക്കെ വീടുകളിൽ സൂക്ഷിച്ചിരുന്നു. അവിടെ ഈ ചെളി മൂടി കിടക്കുന്നിടത്തൊക്കെ ഈ കാർഷിക ഉപകരണങ്ങളൊക്കെ നമുക്ക് കാണാം. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവർ വാങ്ങിക്കൂട്ടിയിരുന്നു. അതെല്ലാം നശിച്ചു. ഇനി അവർക്ക് എവിടെ പോയി താമസിച്ചു കഴിഞ്ഞാലും, അവർക്ക് സ്ഥിരം പുനരധിവാസം കിട്ടിക്കഴിഞ്ഞാലും ഇതെല്ലാം അവർക്ക് വാങ്ങണം. അപ്പോൾ അതൊന്നും ആ സമയത്ത് ആരും വാങ്ങിക്കൊടുക്കാൻ പോകുന്നില്ലല്ലോ. വീടൊരുക്കും, ടൗൺഷിപ്പ് ഒരുക്കും, താമസിപ്പിക്കും, പിന്നെ അവിടെ അങ്ങാടി ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. അവർ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ഇതെല്ലാം, ഈ സാധനങ്ങളെല്ലാം ഇവർക്ക് വാങ്ങി അതെല്ലാം സ്വരുക്കൂട്ടി എടുക്കേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള ഈ കൃഷി ചെയ്തിരുന്ന മനുഷ്യർക്ക് അവർക്ക് കൃഷിയിൽ തന്നെ തിരിച്ചു പോകാനായിരിക്കും താല്പര്യം. തോട്ടം തൊഴിലാളികളായിരുന്നവർക്ക് അത് തന്നെ ചെയ്യാനായിരിക്കും താല്പര്യം. വിദേശത്ത് പോകാനിരുന്ന ആളുകളുണ്ടാകും. അങ്ങനെ എന്താണോ അവർ ചെയ്തുകൊണ്ടിരുന്നത്, ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്, അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം അവരെ പുനരധിവസിപ്പിക്കാൻ. അങ്ങനെയുള്ള ചർച്ചകൾ ഇപ്പോൾ പ്രത്യേക ടീമിനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ടീമിനെ നിയോഗിക്കുമ്പോൾ ആ ടീം ചോദിച്ചറിയേണ്ടത് ഇതൊക്കെയാണ്. അല്ലാതെ ആശ്വാസം മാത്രമല്ല, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ പോകുന്നത്. ഇത് നമ്മൾ തകർന്നു നിൽക്കുന്ന ഒരു ബേസിലാണ്. അതിൽ നിന്ന് മുകളിലേക്ക് അവർക്ക് പടുത്തുയർത്തണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ഇങ്ങനെയുള്ള സപ്പോർട്ട് കൂടി നമ്മൾ നൽകണം. ഇനി ക്ഷീരവികസന മേഖലയെക്കുറിച്ച് കൂടി പറയാം. അതായത് അവിടെ കന്നുകാലികളൊക്കെ ആ സമയത്ത് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്നത്, നമ്മുടെ അർജുൻ കല്യാടൊക്കെ അവിടെ നിന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി നോക്കുക നമ്മൾ കണ്ടു. അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ മിക്കവർക്കും, അതായത് കുറേ ആളുകൾക്കെങ്കിലും ഈ കന്നുകാലികൾ ഉണ്ടായിരുന്നു, ഒപ്പം വളർത്തുമൃഗങ്ങൾ ഉണ്ടായിരുന്നു. കന്നുകാലികളുടെ എണ്ണം മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പശുവിൻ്റെ എണ്ണം മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു 100-ലധികമാണ്. 112 കന്നുകാലികൾ എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഇൻപുട്ട്. മേ ബി ഡിഫറൻറ്റ്. എന്തായാലും വയനാട്ടിൽ നിന്ന് കിട്ടുന്ന വിവരം അതാണ്. അതിൽ 48 എണ്ണമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ പോയി. അതിൻ്റെയൊക്കെ നഷ്ടം നികത്തണം. അങ്ങനെ ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകും. അത് ഒരു ഇത്രയും നഷ്ടം വരുമ്പോഴേക്കും ക്ഷീരവികസന മേഖലയിൽ ആകെ ഉണ്ടായിരിക്കുന്ന നഷ്ടം ഒരു 50 ലക്ഷത്തിനകത്ത് വരും. അങ്ങനെ ഓരോ മേഖലയിലേതും ഓരോന്നും പെറുക്കി തന്നെ കൃത്യമായിട്ടുള്ളൊരു മെമ്മോറാണ്ടം വേണം കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വെക്കാൻ. അല്ലാതെ പരത്തി പറയുന്ന ഒരു കണക്കല്ല വേണ്ടത്. ഓരോ മേഖലയും, ക്ഷീരമേഖലയിൽ കഴിഞ്ഞിരുന്ന ആളുകൾക്ക് ആ രീതിയിലുള്ള സഹായം കിട്ടണം. കൃഷി ചെയ്തിരുന്നവർക്ക്, അതിൽ ഇടവിളകൾ ചെയ്തിരുന്നവരുണ്ടാകും, കമുക് നട്ടുവളർത്തിയിരുന്നവരുണ്ടാകും, ഏലം കൃഷി ചെയ്തിരുന്നവരുണ്ടാകും, കാപ്പി കൃഷി ചെയ്തിരുന്നവരുണ്ടാകും. അങ്ങനെ അവരെന്താണോ കൃഷി ചെയ്തിരുന്നത് അതേ വിള തന്നെ അവർക്ക് തുടർന്നും കൃഷി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാൻ കഴിയുമോ എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇനി ക്യാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമ്പിൽ വേണ്ട സാധനങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളതിൽ ആർക്കും ഒരു സംശയവുമില്ല, തർക്കവുമില്ല. കാരണം അവിടെ കഴിയുന്നത് നമ്മളെപ്പോലുള്ള മനുഷ്യരാണ്. അവർക്കും ദൈനംദിന ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടണം. എന്നാലല്ലേ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനോട് നീ ഇതുവരെ ചെയ്തിരുന്നത് പോലെയല്ല, നീ ക്യാമ്പിലല്ലേ, ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിനക്ക് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ദാനം കൊടുക്കേണ്ടതൊന്നുമല്ല. അത് അവർക്കത് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ക്യാമ്പിൽ വേണ്ട സാധനങ്ങൾ ലഭ്യമാക്കുന്നുണ്ടോ എന്നുള്ളതിന് സിമ്പിളായി 3 കാര്യങ്ങൾ ചെയ്താൽ പോരെ. അവിടെ എന്തൊക്കെയാണ് ആവശ്യം? ഒരു ഇൻവെൻട്രി ഉണ്ടാക്കുക. ആ ഇൻവെൻട്രി ഉണ്ടാക്കിയതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള സ്റ്റോറേജ്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കിടക്കുകയല്ലേ. സെൻറ്റ് ജോസഫ്സിലെ അവിടെ ആ ഒരു വലിയ ഹാൾ നിറയെ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു ഇൻവെൻട്രി ഉണ്ടാക്കുക. ക്യാമ്പിൽ എത്ര പേർ, ഇത്ര പേർക്ക്, അതിൽ കുഞ്ഞു കുട്ടികൾ എത്രയുണ്ട്, അതിൽ ഡയപ്പർ ഉപയോഗിക്കുന്ന കുട്ടികൾ എത്രയുണ്ട്, അല്ലെങ്കിൽ മറ്റാവശ്യങ്ങളുള്ള എത്ര പേരുണ്ട്, മുതിർന്നവർ, മരുന്ന് ആവശ്യമുള്ളവർ, അങ്ങനെ ഓരോരുത്തരുടെയും കൃത്യമായ ഒരു പട്ടിക, ഒരു ഇൻവെൻട്രി ഉണ്ടാക്കുക. അതിനാവശ്യമായ സാധനങ്ങൾ അതേ ക്യാമ്പിൽ തന്നെ സ്റ്റോക്ക് ചെയ്യുക. അതിനൊരു സ്റ്റോറേജ് ഉണ്ടാക്കുക. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായി ദിവസവും കൊടുക്കേണ്ട സാധനങ്ങൾ ദിവസവും അവരിലേക്ക് എത്തിക്കുക. ഒന്നിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരാഴ്ചത്തെ വസ്ത്രം എന്താ, ഒന്നിച്ചു കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇതേ ആളുകൾക്ക് അടുത്ത ദിവസവും വസ്ത്രം ഇടണ്ടേ? അത് ഒരു ദിവസം ഇട്ടതിന് ശേഷം അവർ അത് തന്നെ തുടർന്ന് ഇട്ടുകൊണ്ടേയിരിക്കുമോ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാവനാപൂർണ്ണമായിട്ടുള്ള ഇടപെടലാണ് അവിടെ ഉണ്ടാകേണ്ടത്. നമ്മൾ എന്താണോ ചെയ്യുക അതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത ആൾക്കും ചെയ്തു കൊടുക്കേണ്ടത്. നമ്മളായി തന്നെ മുന്നിൽ നിൽക്കുന്നവരെ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ ഏത് സംവിധാനവും വിജയിക്കുകയുള്ളൂ. സർക്കാരായാലും മറ്റ് ബന്ധപ്പെട്ട ആളുകളായാലും നമ്മൾ കരുതേണ്ടത് എന്നെ പോലെ തന്നെ മുന്നിൽ നിൽക്കുന്നവരെയും കാണാൻ നമുക്ക് കഴിയുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ അവനായി മാറുന്നത് അല്ലെങ്കിൽ അവളായി മാറുന്നത്. ആ രീതിയിൽ അവരെ കണ്ടുകൊണ്ട് ഈ ക്യാമ്പുകളിലൊക്കെ ഇടപെടണം എന്നുള്ളൊരു ഹമ്പിൾ റിക്വസ്റ്റ് കൂടി എനിക്കുണ്ട്. തെരച്ചിൽ ഇനി ഒരുപാട് തുടരുന്നതിന് മുമ്പ് DNA പരിശോധനാ ഫലം വരട്ടെ. അതും ഇതും തമ്മിലുള്ള മാച്ചിങ് നോക്കിയതിന് ശേഷം തെരച്ചിൽ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ നിയോഗിച്ചിരിക്കുന്ന മേഖലകൾ കൂടുതൽ അവശിഷ്ടങ്ങൾ വന്ന് വീഴാനോ അല്ലെങ്കിൽ ആളുകൾ വീണു പോകാനോ ഒക്കെ സാധ്യതയുള്ള ഏരിയകളാണ്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ പൂക്കോട്ടുമല, ഇരുട്ടുകുത്തി, കുമ്പളപ്പാറ, പാണങ്കയം, മുണ്ടേരി ഫാം, പരപ്പൻപാറ ഇവിടങ്ങളിലൊക്കെ തെരച്ചിൽ തുടരുക എന്നതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. തെരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. Meet the editors.